Welcome all to Nisha's Online Academy. നമ്മൾ ഇന്ന് പ്രൊജക്ട് മാനേജ്മെന്റ് കുറച്ച് ഷോർട്ട് നോട്ട്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നാളെ എക്സാംസ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ നാളെ BBAയുടെ ഒരു 2 hour എക്സാം ആണ്. വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പേപ്പർ അല്ല, പക്ഷെ പലരും പ്രിപ്പയർ ചെയ്ത് പോവാതെ അത് ടഫായി മാറാറുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ചാനൽ മറക്കാതെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ബെൽ ബട്ടൺ അമർത്തണം, എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. കാരണം ഞാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ പാർട്ട് ബിയും പാർട്ട് സിയും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇന്ന് തന്നെ ഇടുന്നുണ്ടായിരിക്കും. സോ ഓക്കെ, പ്രൊജക്ട് മാനേജ്മെൻറ്റിൽ ഒരു ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫൈൻ എ പ്രൊജക്റ്റ്. എന്താണ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ചില വേർഡ്സുകളുണ്ട്. അതിൽ ഇറ്റ്സ് എ ടെമ്പററി ആക്ടിവിറ്റി എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറയാൻ മറക്കരുത്. അപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കോളൂ, ഒരു പാലം പണിയോ ഒരു ഇതോ ആണെങ്കിൽ ഇപ്പം നമ്മൾ മനസ്സിൽ വിചാരിക്കും ഒരു പാലം പണിയോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഉണ്ടാക്കാൻ നമുക്ക് കോൺട്രാക്റ്റ് കിട്ടി എന്ന് വിചാരിച്ചോളൂ. സോ നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യും, ആ കോൺട്രാക്റ്റിനെ എന്ത് പറയും, ഒരു പ്രൊജക്റ്റാണ് എന്ന് പറയും അല്ലേ. റോഡ് പണിയാനുള്ള ഒരു കോൺട്രാക്റ്റ് കിട്ടി, സോ ഒരു പ്രൊജക്റ്റാണ്. ഒരു മാസത്തിനുള്ളിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കണം. ദീസ് ആർ ഓൾ പ്രൊജക്ട്സ്. സോ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പററി ആക്ടിവിറ്റി ആണ്, മറക്കരുത്. ഇറ്റ്സ് എ ടെമ്പററി ആക്ടിവിറ്റി എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഇനി ഇറ്റ് ഈസ് അണ്ടർടേക്കൺ ടു ക്രിയേറ്റ് എ യുണീക്ക് പ്രോഡക്റ്റ്. ഓരോ പ്രൊജക്റ്റും കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു യുണീക്ക് പ്രോഡക്റ്റ് പുറത്തേക്ക് വരും അല്ലേ. അത് ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ നടക്കും, തോന്നിയ സമയത്ത് വരലല്ല, അതൊരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെ നടക്കും. ലിമിറ്റഡ് റിസോഴ്സസ് അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് എ പ്രൊജക്റ്റ്. യുണീക്ക് ആയിരിക്കും, ടൈം ഫ്രെയിം ഉണ്ടാവും, റിസോഴ്സസ് ഉണ്ടാവും, അതിൽ ടെമ്പററി ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടാവും. പിന്നെ ആ പ്രൊജക്റ്റ് എൻഡ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തു എന്ന് നമ്മൾ പറയും. സോ വാട്ട് ഈസ് മെൻ ബൈ പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസിങ് ആൻഡ് സെലക്ടിങ് എന്നുള്ള വേർഡാണ് നമ്മൾ എഴുതേണ്ടത്. ഒരു പ്രൊജക്റ്റ് ഒരു സംഭവത്തിന് ഒരു പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു, നമുക്ക് ഇന്നത് ചെയ്യാം, എന്നിട്ട് നമ്മൾ അത് നടക്കണ കാര്യമാണ് ആ ഐഡിയ പ്രൊജക്റ്റ്. സോ അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, റിസോഴ്സസും മാർക്കറ്റ് നീഡ്സും ഒക്കെ നോക്കിയിട്ടാണ് പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ നടത്തുക. മാർക്കറ്റ് ഫീസിബിലിറ്റി സ്റ്റഡി. നമ്മൾ ഒരു പ്രൊജക്റ്റ് തീർന്നു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നാച്ചുറലി എന്താ നമ്മൾ പറയണ, മാർക്കറ്റ് ഫീസിബിലിറ്റി സ്റ്റഡിയിൽ എന്താ പറയുക, വെദർ ദർ ഈസ് നമ്മൾ ആ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടോ, കസ്റ്റമർ അത് പ്രിഫർ ചെയ്യുന്നുണ്ടോ, കോമ്പറ്റീഷൻ ഉണ്ടോ. സോ മാർക്കറ്റിൽ ആ പ്രോഡക്റ്റ് ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ, മാർക്കറ്റ് സൈസ്, കസ്റ്റമർ പ്രിഫറൻസ്, കോമ്പറ്റീഷൻ, ഇതൊക്കെ അനലൈസ് ചെയ്യുക. സോ ഈ സ്റ്റഡീനെയാണ് മാർക്കറ്റ് ഫീസിബിലിറ്റി സ്റ്റഡി എന്നാണ് അതിനെ പറയുക. വാട്ട് ഈസ് പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ. നിങ്ങൾ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, എക്കണോമിക്സിൽ ഇങ്ങനെ പഠിച്ചിട്ടില്ലേ. സോ അതേ കാരണം ഇനീഷ്യേറ്റീവ്, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ എന്നൊക്കെ പറഞ്ഞ് അതേപോലെ പ്രോജക്റ്റിനും ലൈഫ് സൈക്കിൾ ഉണ്ട്. 4 സ്റ്റേജസ് ആണ് ഉള്ളത് ഒരു പ്രോജക്റ്റിന്. 4 ഇനീഷ്യേഷൻ, തുടങ്ങാം, അത് തുടങ്ങുന്നതാണ് ഒരു സംഭവം. ഓക്കെ, ഇനീഷ്യേഷൻ, പിന്നെ പ്ലാനിങ്, അതേപോലെ തന്നെ എക്സിക്യൂഷൻ, ക്ലോഷർ. അപ്പം 4 എണ്ണമാണ് ഉള്ളത്. ഒന്ന് ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങി വെക്കുക, പ്ലാൻ ചെയ്യുക, അത് നടപ്പാക്കി പ്രോഡക്റ്റ് ഔട്ട്പുട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ക്ലോസ് ചെയ്യുക. സോ ദീസ് ആർ ദി 4 സ്റ്റേജസ് ഓഫ് ദി പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ. ഓരോ സ്റ്റേജസിനും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ടാസ്കുകളും ഒബ്ജക്റ്റീവും ഉണ്ടാവും. ഓക്കെ, വാട്ട് ഈസ് പ്രോജക്റ്റ് പ്രൊഫൈലിംഗ്. എന്താ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഓരോരുത്തരുടെ പ്രൊഫൈൽ എന്താ, നമ്മുടെ പേര്, അഡ്രസ്സ്, വയസ്സ്, റിലീജിയൻ, കാസ്റ്റ്, ഇതൊക്കെ നമ്മുടെ പ്രൊഫൈലാണ് അല്ലേ. ഇതേപോലെ ഒരു പ്രിലിമിനറി ഡിസ്ക്രിപ്ഷൻ പ്രൊജക്റ്റിനെ പറ്റി, എത്ര പൈസയാണ് ഇത് വേണ്ടത്, ഏത് ലൊക്കേഷനിലാണ്, എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഏത്, പ്രോജക്റ്റ് പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ സ്വന്തം പ്രൊഫൈൽ ആലോചിക്കുക, നമ്മുടെ സ്വന്തം പ്രൊഫൈലിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഒരു പ്രൊജക്റ്റിനും ഒരു പ്രൊഫൈലുണ്ട്. കോസ്റ്റ്, ലൊക്കേഷൻ, ബെനിഫിറ്റ്സ്, ബേസിക് ഡീറ്റെയിൽസ് എല്ലാം, മാർക്കറ്റ് കണ്ടീഷൻസ്, അത് ഫേസ് ചെയ്യുന്ന മാർക്കറ്റ് കണ്ടീഷൻസ് ഒക്കെ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കൺസോർഷ്യം ലെൻഡിങ് ഇൻ. കൺസോർഷ്യം എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ. വലിയ പ്രൊജക്ട്സ് ആണെങ്കിൽ 2 or 3 ബാങ്കുകൾ കൂടി ചേർന്നിട്ടാണ് ഇവർക്ക് എന്ത് കൊടുക്കുന്നത്, ലോൺ കൊടുക്കുന്നത്. സോ ഈ ലോണിനെയാണ് കൺസോർഷ്യം ലോൺ എന്നാണ് അതിനെ പറയുക. അപ്പോൾ ഒരു ബാങ്ക് ലീഡ് ബാങ്ക് ആയിരിക്കും. സോ
2 or 3 banks join together to provide loans to the project. It helps. അപ്പോൾ റിസ്ക് ഒന്ന് എന്ത് ചെയ്യും, എമംഗ് എല്ലാ ബാങ്ക്സും കൂടി റിസ്ക് ഏറ്റെടുത്തോളും. സോ പക്ഷേ ഇതിൽ ഒരു ബാങ്ക് എന്തായിരിക്കും, ലീഡ് ബാങ്ക് ആയിരിക്കും എന്നുള്ളതാണ്. വാട്ട് ഈസ് പ്രോജക്റ്റ് ഡയറി? നമ്മുടെ പേഴ്സണൽ ഡയറി എന്തിനാ, ഡെയിലി ആക്ടിവിറ്റീസ് എഴുതാൻ വേണ്ടിയിട്ടല്ലേ. അതേപോലെ തന്നെ ഒരു പ്രൊജക്റ്റിൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് എഴുതുന്നതാണ് ഏത്, പ്രോജക്റ്റ് ഡയറി. സോ അതിൽ എന്തെല്ലാം ഉണ്ടാവും, എല്ലാ ഈവൻറ്റുകൾ, ഇന്ന് ചെയ്തത്, നാളെ ചെയ്യാൻ പോകുന്നത്, അതിന് എത്ര ഇന്ന് കോസ്റ്റ് ഇപ്പോൾ ഇറങ്ങി. അപ്പോൾ ഒരു മോണിറ്റർ ചെയ്യാൻ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ലിസ്റ്റ് എനി 4 മേജർ സോഴ്സസ് ഓഫ് പ്രോജക്റ്റ് ഐഡിയ. പ്രോജക്റ്റ് ഐഡിയ എവിടെ നിന്നൊക്കെയാണ് കിട്ടാറ്? നമുക്ക് എവിടുന്ന പ്രോജക്റ്റിൻ്റെ ഐഡിയ കിട്ടുക? മാർക്കറ്റിലേക്ക് ഇറങ്ങി നമ്മൾ പ്രശ്നം, ഇപ്പോൾ ഈ പ്രോഡക്റ്റിന് ഇപ്പോൾ നമ്മൾ പറയാം തെർമൽ കുക്കറിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട്, ഗ്യാസിന് വില കൂടിയതുകൊണ്ട് അല്ലേ, ചൂട് കാലമായതുകൊണ്ട് കുടയ്ക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. ഇപ്പം ഇങ്ങനെ മാർക്കറ്റിലെ ഡിമാൻഡ് അനുസരിച്ച്, പിന്നെ ഗവൺമെൻറ് പോളിസീസ്, ഗവൺമെൻറ് സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഗവൺമെൻറ് പോളിസീസ്, MSMEയുടെ ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ മാർക്കറ്റ് ഐഡിയാസൊക്കെ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമുക്ക് പിന്നെ ഇവിടുന്നാണ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ബേസിസ് ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോജക്റ്റുകൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക? സൈസ് അനുസരിച്ചിട്ട് ലാർജ് പ്രോജക്റ്റ്, സ്മോൾ പ്രോജക്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. സൈസ്, ഓണർഷിപ്പ്, ഗവൺമെൻറ് ഓണർഷിപ്പ് പ്രോജക്റ്റ് ആണ്, പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ്. പാലം പണിയുന്നത് ഗവൺമെൻറ് ആണ്, അല്ല പ്രൈവറ്റുകാർ പണിതിട്ട് അവർ ടോള് വാങ്ങിക്കും ഒരു 5 കൊല്ലം, എന്നിട്ട് 5ാമത്തെ കൊല്ലം ടോള് പിരിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിലേക്ക് ആ പാലത്തിൻ്റെ ഓണർഷിപ്പ് കൊടുക്കും. സോ ഓണർഷിപ്പ്, ടെക്നോളജി, ഇതൊക്കെ ആണെന്നുള്ളതാണ്. ലിസ്റ്റ് ദി എനി സോഴ്സസ് ഓഫ്, നമുക്കൊരു പ്രൊജക്റ്റിന് എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് കിട്ടുക? ഓൺ ഫണ്ട്, അതിനെ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓൺ ഫണ്ട് എന്ന് എഴുതിക്കോളൂ, തെറ്റൊന്നുമില്ല. OWN, സ്വന്തം ഫണ്ട്, ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർസ്, ബാങ്ക് ലോണ്, ഡിബെഞ്ചേഴ്സ്, പ്രിഫറൻസ്, ഇതാണ് വേരിയസ് സോഴ്സസ് ഓഫ് ഫണ്ട്. എന്താ പ്രോജക്റ്റ് കൺട്രോൾ? ഒരു പ്രോജക്റ്റിനെ മോണിറ്റർ ചെയ്യുകയും അതിൻ്റെ ടൈമും കോസ്റ്റും ക്വാളിറ്റിയും ഒക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യണില്ലേ എന്ന് നോക്കുകയും അതിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതേപോലെ എവിടെയെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ കറക്ഷൻസ് ചെയ്യുന്നതാണ് പ്രോജക്റ്റ് കൺട്രോൾ. സോ മോണിറ്ററിംഗ് എന്നുള്ള വേർഡ് നോക്കുക. DPR എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്. നമ്മൾ ഒരു ഡോക്യുമെൻ്റ് ആണിത്. ഇതിൻ്റെ ജാതകമാണ്, പ്രോജക്റ്റിൻ്റെ ജാതകമാണ്. അതിലെല്ലാ കാര്യങ്ങളും പ്രോജക്റ്റിൻ്റെ ടെക്നിക്കൽ, ഫൈനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ ബാങ്കിലൊക്കെ ലോണിന് കൊടുക്കുമ്പോൾ ഈ DPRും കൂടി നമ്മൾ വെക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് ഈ പ്രോജക്റ്റിൻ്റെ ഫീസിബിലിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ. പാർട്ട് എയിൽ ഇത് പഠിച്ചു വരുമ്പോഴേക്കും പാർട്ട് ബി നമുക്ക് റെഡിയാക്കാം. സോ മറക്കാതെ വീഡിയോ എന്ത് ചെയ്യണം, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം, മറക്കാതെ ബെൽ ബട്ടണും അമർത്തണം. ഓക്കെ, താങ്ക് യു, ബൈ. നമുക്ക് തൊട്ട് അടുത്ത് തന്നെ ഞാൻ അടുത്ത വീഡിയോ ലോഡ് ചെയ്യും. അതിലേക്ക് പ്ലേലിസ്റ്റ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് പ്ലേലിസ്റ്റ്. സോ താങ്ക് യു, ബൈ.